ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 13th അപ്പോസിൽ, 13ാം അപ്പസ്തോലൻ. മിശിഹ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ചെറുചിന്തകൾ, ബൈബിളിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ധ്യാനം. പ്രിയമുള്ളവരെ, ഈ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ കേൾക്കുന്ന ലാഘവത്തോടെ ചുമ്മാ ഇരുന്ന് കേൾക്കരുത് കേട്ടോ. ഈ ചിന്തകൾ എനിക്കെപ്പോഴും പറയാനുള്ളതുപോലെ ഈ ചെറുചിന്തകളിലും പറയാനുള്ളത്, ബൈബിൾ എടുക്കണേ. ഓരോ ദിവസവും ഒരു വാക്യമോ 2 വാക്യമോ ആയിരിക്കും നമ്മൾ ധ്യാനിക്കുന്നത്. അത് ബൈബിളിൽ അടയാളപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോഴുണ്ടല്ലോ, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗവും നമ്മുടെ ബൈബിളിൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതൊരു വലിയ കാര്യമല്ലേ? അതുകൊണ്ട് ബൈബിൾ എടുത്തു വേണം ഇത് ധ്യാനിക്കാൻ. ആദ്യം കേൾക്കുമ്പോൾ ബൈബിൾ അരികിലില്ലെങ്കിലും അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ, 2ാം പ്രാവശ്യം കേൾക്കുമ്പോഴെങ്കിലും ബൈബിൾ എടുത്ത് അടയാളപ്പെടുത്തി നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഈശോ ശിഷ്യന്മാരെ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി കിട്ടിയിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എന്ന് ഈശോ പറയുന്നുണ്ട്. സുന്ദരമായ വാക്യമാണത്. അതാണ് അപ്പസ്തോല പ്രവർത്തനം എന്ന ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ് തന്നെ. അതിങ്ങനെയാണ്: ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ, അതിൻ്റെ ക്രമം എങ്ങനെയാണ്? ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും. എന്താണെന്നറിയാമോ? ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ജെറുസലേമിലാണ്. ജെറുസലേമിൽ വെച്ചാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടുന്നത്. ആദ്യം ഇവിടെ നിങ്ങൾ സാക്ഷികളായിരിക്കണം. അതിനുശേഷം യൂദയ മുഴുവനിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. എന്താ അത്? ഒരു സ്വാഭാവിക വളർച്ച. അതിനുശേഷം സമരിയായിൽ. എന്താ സമരിയായുടെ പ്രത്യേകത? സമരിയ പകുതി യഹൂദരും പകുതി വിജാതീയരുമാണ്. അവരങ്ങനൊരു ഗണമാണ്, ഒരു അർദ്ധ യഹൂദർ എന്ന് പറയാം. അതുകൊണ്ടാണ് സമരിയാക്കാരി സ്ത്രീ പറയുന്നത്, ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഞങ്ങൾക്ക് നൽകിയ കിണറാണിത്. ഒരു കോമൺ ഫാക്ടറിനെ കണ്ടോ? അതായത് അവരുടെ പുറകോട്ട് പോകുമ്പോഴേക്കും യാക്കോബ് ഇസ്രായേൽ ജനത്തിനും സമരിയായിക്കുമുള്ള കോമൺ ഫാക്ടറായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പകുതി യഹൂദരാണ്, പകുതി വിജാതീയരും. അപ്പോൾ ആദ്യം ജെറുസലേം യൂദയ മുഴുവൻ പ്രഘോഷിക്കുക. അതിനുശേഷം എങ്ങോട്ട് പോകണം? ആ പകുതി യഹൂദരായ സമരിയായിലേക്ക് പോവുക. അതിനുശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും. എന്താണ് ഈ ലോകത്തിൻ്റെ അതിർത്തി എന്നറിയാമോ? ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ അതിർത്തിയായി മനസ്സിലാക്കപ്പെട്ടിരുന്നത് റോമാണ്. അപ്പോൾ റോം വരെയും സുവിശേഷം എത്തിക്കുക. ഇനി ഇതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ജെറുസലേമിലും യൂദയായിലും സുവിശേഷം പ്രസംഗിക്കുന്ന ശിഷ്യന്മാർ അതിനുശേഷം സമരിയായിലേക്ക് നീങ്ങുന്നു. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ സുവിശേഷം റോമിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നടക്കുകയാണ്. അപ്പം നമുക്കുള്ള പാഠം എന്താണ്? മിശിഹ ശിഷ്യനാകാൻ അതിയായി ആഗ്രഹിക്കുന്ന, 13ാമനാകാൻ ആഗ്രഹിക്കുന്ന, 13th അപ്പോസിലാകാൻ ആഗ്രഹിക്കുന്ന നമുക്കുള്ള പാഠം, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആദ്യം നമുക്ക് ഈശോയ്ക്ക് സാക്ഷികളാകാം. ജെറുസലേമിൽ എന്നതുപോലെ നമ്മുടെ ഇടങ്ങൾ, നമ്മുടെ മുറി, നമ്മുടെ വീട്, നമ്മുടെ സുഹൃത്തുക്കൾ, അതിനുശേഷം മെല്ലെ അത് വികസിക്കട്ടെ. യൂദയ മുഴുവനിലേക്കും, അതിനുശേഷം സമരിയായിലേക്ക്, അങ്ങനെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് കഴിയട്ടെ. അതായത് ആദ്യമേ ഫോൺ ചെയ്തിട്ട് അമേരിക്കയിലുള്ളവരെ വിളിച്ചല്ല സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ആദ്യം വീട്ടകത്തിൽ ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അവരുടെ മുമ്പിൽ സാക്ഷ്യമായി ജീവിക്കാൻ പറ്റണം. അതിനുശേഷം നമ്മളായിരിക്കുന്ന ചെറു സമൂഹത്തിൽ, നമ്മുടെ ഇടവക, നമ്മുടെ അയൽപക്കം, അവിടെ സാക്ഷിയായിരിക്കണം. അതിനുശേഷം അല്പം കൂടെ അത് വിശാലമാക്കപ്പെടണം. അതൊരു സ്വാഭാവിക വളർച്ചയായിട്ട് ഈ ക്രിസ്തു സാക്ഷ്യം മാറണം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സാധ്യതയുണ്ടാകും. അതെന്താണത്? 13ാം അപ്പസ്തോലനാകാനുള്ള സാധ്യത. 13th അപ്പോസിൽ. ആമേൻ.